ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ അയാള് ഒരു ഭ്രാന്തൻ ഗുണ്ടയുടെ മുമ്പിൽ നിന്നും തന്നെയും നമ്മുടെ കുഞ്ഞിനെ അവിടുന്ന് രക്ഷിക്കാൻ ആ സമയത്ത് ഇതല്ലാതെ എനിക്ക് മറ്റൊരു മാർഗമില്ലായിരുന്നു. സച്ചേട്ടൻ ഇനി ഒന്നും എന്നോട് സംസാരിക്കല്ലേ. നിന്നെ എനിക്ക് വിശ്വാസ. അവൻ ജാമ്യത്തിൽ ഇറങ്ങുന്ന ദിവസം വരെ നിനക്ക് സമയമുണ്ട്. ഒന്നുകൂടി പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിൽ ഞാനും എൻ്റെ ആളുകളും കയറിയങ്ങ് വരും നിന്റെ നെല്ലിശ്ശേരി വീട്ടിലേക്ക്. നിന്റെ കുടുംബത്തിലെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇവളെയും ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയും ഞാനങ്ങ് തീർക്കും. ഇക്കാര്യത്തില് ഇനി ഒരു സംസാരമില്ല. പൊയ്ക്കോ. ആ കുഞ്ഞിനെയും കൊടുക്ക്. പിന്നെ നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ട് അവനെ നീ രക്ഷിക്കാൻ ശ്രമിച്ച നിന്റെ കുട്ടികൾക്കും അച്ഛനില്ലാതാവും. ചെല്ല്. ഇത്രയും നല്ലൊരു ഭാര്യയാണല്ലോ ഇവൻ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചത്. നന്ദന്റെ ജീവിതം രക്ഷിച്ചതിന് എത്ര ജന്മം അവന്തിയോട് നന്ദി പറഞ്ഞാലും ആ കടപ്പാട് തീരില്ല. ഞങ്ങൾ നിന്നെ കാത്തിരിക്കായിരുന്നു. നീ എന്താ ലേറ്റായത്? ലേറ്റായില്ലല്ലോ, ഞാൻ പറഞ്ഞ സമയത്തന്നല്ലോ വന്നത്. അല്ല, ഡോക്ടർ എന്താ പറഞ്ഞേ? കുഴപ്പമൊന്നുമില്ല. നമ്മൾ നന്ദി പറയേണ്ടത് ഡോക്ടറോടല്ല, ഇവളോടാ, അവന്തികയോട്. ഇവളുടെ കയ്യില ഇനി നന്ദന്റെ ജീവിതം. എന്തിനാ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ ഭർത്താവിനോടും ഈ കുടുംബത്തോടും ചെയ്യേണ്ട കടമകൾ മാത്രമല്ല ഞാൻ ചെയ്യുന്നത്. എന്നാലും നീയല്ലാതെ മറ്റൊരു പെണ്ണും ഇങ്ങനെ ചെയ്യില്ല മോളെ. അച്ഛൻ പറയുന്നൊന്നും സന്ദീപ് കാര്യാക്കണ്ട. നന്ദേട്ടന് കിഡ്നി ഫെയിലർ വരാതിരിക്കാൻ പ്ലാസ്മ ചേഞ്ച് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. റെയർ ബ്ലഡ് ഗ്രൂപ്പ് ആയതുകൊണ്ട് അതിന്റെ ഡോണറെ കിട്ടാനില്ല. എന്റെ ബ്ലഡ് ഗ്രൂപ്പ് നന്ദേട്ടന്റെ സെയിം ബ്ലഡ് ഗ്രൂപ്പ് ആണല്ലോ. പ്ലാസ്മ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു. അതെന്റെ കടമയല്ലേ. അതിനാ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്തായാലും സന്ദീപ് വന്നല്ലോ, അപ്പൊ നമുക്ക് ഇറങ്ങാം അച്ഛാ. ഞാൻ ആകെ മുഷിഞ്ഞു. മാറിയെടുക്കാൻ ഡ്രസ്സൊന്നുമില്ല. ആ, ഈ ഡ്രിപ്പ് തീരാറാവുമ്പോഴേക്കും നഴ്സിംഗ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം. അവര് വന്ന് മാറ്റിക്കോളും. ഞാൻ രാവിലെ തന്നെ ഇങ്ങെത്താം. വേണമെന്നില്ല, ഞാനിവിടെ ഇരുന്നോളാം. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം മോളെ. ഇറങ്ങാച്ചാ. സന്ദീപേ, ശ്രദ്ധിക്കണേ. ഞങ്ങൾ പോയിട്ട് വരാം. ഇറങ്ങാച്ചാ. സച്ചേൻ ഇത്രയ്ക്ക് ദുഷ്ടനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ആ ഗുണ്ടകളുടെ മുമ്പിലേക്ക് അനുപേണ്ണെ കൊണ്ടു കൊടുക്കാന്ന് പറയാൻ സച്ചേട്ടൻ എങ്ങനെ തോന്നി? അനൂപേട്ടൻ മരിച്ചാലും
സച്ചേട്ടന് ഭാര്യയും കുഞ്ഞിനെയും കിട്ടണം അല്ലേ? അർച്ചന, ഞാനൊന്ന് പറയട്ടെ. ഇനി സച്ചേട്ടൻ പറയുന്ന ഒന്നും എനിക്ക് കേൾക്കണ്ട. സച്ചേട്ടന്റെ മനസ്സിലിരിപ്പെല്ലാം എനിക്ക് മനസ്സിലായി. എന്റെ ഏട്ടനെ കൊലയ്ക്ക് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. എടോ, താൻ വിചാരിക്കുന്ന പോലെ അല്ല. അനൂപേട്ടനെ ആ ഗുണ്ടകൾക്ക് കൊടുക്കാൻ വേണ്ടിയല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. തൽക്കാലം അവിടെ നിന്ന് രക്ഷപ്പെടണം. അനൂപേട്ടൻ ജാമ്യത്തിൽ ഇറങ്ങുമ്പോഴേക്കും നമുക്ക് മറ്റെന്തെങ്കിലും മാർഗങ്ങൾ ആലോചിക്കാം. ആദ്യം തന്നെയും നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കാനാ ഞാൻ നോക്കിയത്. അനൂപേട്ടന്റെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് പിന്നീട് നമുക്ക് തീരുമാനിക്കാൻ സമയമുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട. അർച്ചന, പ്ലീസ്. സച്ചേട്ടൻ അനുപേടിനെ കൊണ്ടുകൊടുക്കാന്ന് പറഞ്ഞ ഒറ്റ വാക്കാ എനിക്ക് സഹിക്കാൻ പറ്റാത്ത. മരിക്കേണ്ടി വന്നാലും എന്റെ അനുപേടിനെ ആ ഗുണ്ടകൾക്ക് കൈമാറാൻ ഞാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? പെരുവഴിയിൽ ആ ഗുണ്ടകൾ നമ്മളെ കൊല്ലാൻ ശ്രമിക്കുമ്പോ പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്റെ അനുപേടിനെ കൊണ്ടുകൊടുക്കാന്ന് സച്ചേട്ടൻ പറഞ്ഞത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പറയാൻ സച്ചേട്ടൻ എങ്ങനെയാ ധൈര്യം വന്നേ? എനിക്ക് എന്റെ അച്ഛനെ പോലെ തന്നെ അനുപേടണം. ഞാൻ സച്ചേട്ടനെ കണ്ടത് കല്യാണ സമയത്താ. പക്ഷെ ഞാൻ ജനിച്ച കാലം തൊട്ട് കാണാൻ തുടങ്ങിയതാ അനുപേട്ടനെ. ആ കൈ പിടിച്ചാ ഞാൻ വളർന്നത്. അങ്ങനെയുള്ള എന്റെ ഏട്ടനെ ഒരു ഗുണ്ടയുടെ മുമ്പിൽ കൊണ്ടു നിർത്തി കൊല്ലാൻ കൊടുക്കണമെന്നാണോ സച്ചേട്ടൻ പറയുന്നേ? താൻ പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷേ അയാളും അയാളുടെ പെങ്ങളും തമ്മിലുള്ള അറ്റാച്ച്മെന്റിനെ കുറിച്ച് അയാൾ പറയുന്നത് താൻ കേട്ടതല്ലേ? ഭ്രാന്ത് പിടിച്ച അവസ്ഥയില അയാള്. ഒരു ഭ്രാന്തൻ ഗുണ്ടയുടെ മുമ്പിൽ നിന്നും തന്നെയും നമ്മുടെ കുഞ്ഞിനെ അവിടുന്ന് രക്ഷിക്കാൻ ആ സമയത്ത് ഇതല്ലാതെ എനിക്ക് മറ്റൊരു മാർഗമില്ലായിരുന്നു. സച്ചേട്ടൻ ഇനി ഒന്നും എന്നോട് സംസാരിക്കല്ലേ. എനിക്കൊന്നും കേൾക്കണ്ട. അർച്ചന, എനിക്ക് എന്റെ ഏട്ടനാ വലുത്. അതിനപ്പുറം മറ്റൊന്നും എനിക്ക് പ്രശ്നമല്ല. മോളെ, നിങ്ങൾ വരുന്നതും കാത്തിരിക്കുകയായിരുന്നു ഞാൻ. സ്റ്റേഷനിൽ പോയിട്ട് അനൂപിനെ കണ്ടോ? ആ മരിച്ച പെൺകുട്ടി ആരാ? മോള് വിഷമിക്കണ്ട. അനൂപിനെ ജാമ്യത്തിലിറക്കാൻ വേണ്ടതൊക്കെ നമുക്ക് ചെയ്യാം. മോളെ, നിനക്ക് എന്തു പറ്റി?